അങ്ങനെ കേരളത്തിലെ ഹൈന്ദവ ആരാധനാലയങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക സംരക്ഷണം കിട്ടിയിരിക്കുകയാണ്. നല്ലത് തന്നെയാണ്. കാരണം ഭഗവാന്മാരെയൊക്കെ കൊള്ളയടിക്കുന്നവരൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമുക്കറിയാം, ഏറ്റുമാനൂർ അപ്പനെ വരെ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ വരെ മോഷണം നടന്നിട്ടുണ്ട്. ആ മോഷണം നടത്തിയ സ്റ്റീഫൻ, അങ്ങനെ കണ്ടുമാണ് പേര്. പക്ഷേ ഇവിടെ അത് വേറൊരു തരത്തിലൊരു സംരക്ഷകരെത്തിയിരിക്കുകയാണ്. നമ്മുടെ CPM-കാർ, സഖാക്കന്മാർ. ആദ്യം അവരവിടുന്ന് തുടങ്ങുന്നത് എവിടുന്നാ? നമ്മുടെ കാനനവാസനായ അയ്യപ്പ ഭഗവാനെയാണ് അവർ സംരക്ഷിക്കാൻ എത്തിയിരിക്കുന്നത്. അയ്യപ്പന് ആരുടെയും സംരക്ഷണ വേണ്ട. വനത്തിൽ യോഗനിദ്രയിൽ കഴിയുകയാണ്, താപസ വേഷധാരിയായിട്ട്. അങ്ങനെയുള്ള അയ്യപ്പനെ ഇവർ സംരക്ഷിക്കണ്ട. നിങ്ങളെ വേണമെങ്കിൽ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്നാണ് അയ്യപ്പൻ പറയുന്നത്. അയ്യപ്പൻ്റെ കാൽക്കൽ വീണ് മാപ്പിരക്കുന്നതിന് തുല്യമാണല്ലോ 18 മലകളിൽ ഒന്നായ ശബരിമലയുടെ അടിവാരത്തിൽ വെച്ച് അയ്യപ്പ ഭക്ത സംഗമം നടത്തിയത്. ആ സംഗമത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സംഗമം മാത്രം. പാർട്ടി കൺവെൻഷൻ പോലെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാം. പന്തലിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ചെല്ലുന്ന പ്രതീതി അനുഭവപ്പെടും. CPM-കാരുടെ മുഖത്ത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, അവർ നല്ല മസിൽ പെരുപ്പിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ശബരിമലയിൽ നിന്ന് തുടങ്ങി ഇനിയിപ്പോൾ എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്കും സഖാക്കന്മാരങ്ങ് കയറും. ഇതാ ഇപ്പോൾ മാതാ അമൃതാനന്ദമയുടെ പള്ളിക്കാവിലെ ആ മഠത്തിലും എത്തിയിരിക്കുകയാണ് സഖാക്കന്മാർ. സജി ചെറിയാൻ അവിടെ എത്തി അമൃതാനന്ദമയെ ആദരിക്കാൻ. വളരെ നികൃഷ്ടമായ വാക്കുകളായിരുന്നു ഇത്രയും കാലം വള്ളിക്കാവിനെക്കുറിച്ചും മാതാ അമൃതാനന്ദമയെക്കുറിച്ചും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ജോൺ ബ്രിട്ടാസ് കൊണ്ട് ഓസ്ട്രേലിയയിലോ മറ്റോ പോയി അമൃതാനന്ദമയ്ക്കെതിരെ സംസാരിച്ച ഒരാളുടെ അഭിമുഖമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അത് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ പല സീറ്റുകൾ ഇവർക്ക് നഷ്ടപ്പെട്ടത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ സകലതിൻ്റെ ഒരു പ്രായച്ചിത്തം എന്നവണ്ണം ഓടി നടക്കുകയാണ് ഇപ്പോൾ സഖാക്കന്മാർ. ഇനിയിപ്പോൾ നമ്മുടെ ഗുരുവായൂർ കൃഷ്ണൻ്റെ മുമ്പിൽ പോയി സാഷ്ടാംഗം നമസ്കരിക്കും. പിന്നെ കാടാമ്പുഴയിൽ പൂമൂടൽ നടത്തും. പിന്നീട് രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തും. തളിപ്പറമ്പിൽ എല്ലാവരുടെയും അധിപനായിട്ടിരിക്കുന്ന രാജരാജേശ്വരൻ, അവിടെ പണ്ട് ജയലളിതയൊക്കെ ചെന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ദാ അമിത്ഷായി അടുത്ത കാലത്ത് വന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയും സഖാക്കന്മാരെത്തും. അത് കണ്ണൂരിലെ സഖാക്കന്മാരുടെ നാടിന് അടുക്ക തന്നെയാണ്, തളിപ്പറമ്പാണ്, ഒരു 22 കിലോമീറ്റർ മാറി. അപ്പോൾ എല്ലായിടങ്ങളിലും. അത് കഴിയുമ്പോൾ ആറ്റുകാലും എത്തും കേട്ടോ. തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ ഈ പൊങ്കാല വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും. ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ്. കേരളത്തിലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഏതാണ്ട് ഒരു 25 ലക്ഷത്തോളം സ്ത്രീ ഭക്തജനങ്ങൾ പൊങ്കാല ഇടാൻ എത്തുന്നത്. ആറ്റുകാൽ എന്ന് പറയുന്ന പ്രത്യേക ട്രസ്റ്റാണ്. അത് മിക്കവാറും അങ്ങ് സർക്കാർ അങ്ങ് ഏറ്റെടുത്ത് സർക്കാർ തന്നെ അങ്ങ് പൊങ്കാല ഇടാൻ തുടങ്ങുന്ന എല്ലാ ലക്ഷണവുമാണ് കാണിക്കുന്നത്. പൊങ്കാല ഇടുന്ന ദിവസം ഈ സഖാക്കന്മാരും കോൺഗ്രസ്സുകാരും ഒക്കെ വന്ന് നമുക്കറിയാം ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള പണ്ടാര അടുപ്പിൽ തലയിൽ ഇട്ട് നിൽക്കുന്നത് നമ്മൾ ടെലിവിഷനിൽ കൂടെ ഒക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇനി അടുത്ത തവണ ഇത് മുഴുവൻ CPM-ന്റെ നിയന്ത്രണത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അവർ പറയുന്നത് മുഴുവൻ ഭക്തജനങ്ങളും CPM-ലുള്ളവരാണ്. ശരിയായിരിക്കാം. ഒരു കാലത്ത് ശബരിമലയിൽ പോയിരുന്ന തീർത്ഥാടകർ കൂടുതലും CPM-കാരാണെന്നാണ് EK നായനാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. തീർത്ഥാടന പാതയിൽ എവിടെയെങ്കിലും ഒരു കാണിക്കപ്പെട്ട് ഈ CPM-ന്റെ വെച്ച് കഴിഞ്ഞാൽ അത് നിറയും. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ അങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 2019 ഇവർക്ക് ഏറ്റ വൻ തകർച്ച.
അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പില്, 2021 വന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പില് അത് ഇവർക്ക് ചില ദുരന്തങ്ങള്, ഇവർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ അധികാരത്തിൽ വന്നു. 2026 വരുമ്പോൾ തുടർച്ചയായിട്ടുള്ള 10 വർഷം കൊണ്ട് കേരളത്തിൽ അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി. അതിനെ മറികടക്കുക എന്നുള്ളതാണ്. LDF-ന് തന്നെ യഥാർത്ഥത്തിൽ അറിയാം 2026 ഭരണം കിട്ടില്ല, തുടർ ഭരണം ഉറപ്പായും കിട്ടില്ല. എന്നാലും നീന്തി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായാൽ പോലും നമ്മൾ എന്തെങ്കിലും പിടിവള്ളി നോക്കുമല്ലോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ പിടിവള്ളി നോക്കുകയാണ്. അയ്യപ്പനെ നെഞ്ചേറ്റിലാളിക്കുന്നു, അയ്യപ്പ വിഗ്രഹം ഏറ്റുവാങ്ങുന്നു, അയ്യപ്പ കീർത്തനങ്ങള് പിണറായി വിജയൻ ആലപിക്കുന്നു, തത്വമസിയുടെ പൊരുൾ എന്താണെന്ന് പറഞ്ഞു തരുന്നു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്ത് തോന്നാൻ? കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം തുള്ളലിൽ സുയോധനൻ അപഹാസ്യനായതുപോലെ പിണറായി വിജയനും അപഹാസ്യനായി മാറാൻ പോവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ കൈയും കാലും വിട്ടടിക്കുന്ന സുയോധനെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ വിജയനും ഇത്തരത്തില് കൈയും കാലും വിട്ടൊക്കെ അടിക്കുന്നത് കാണേണ്ടി വരും നമ്മൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നല്ല തിരിച്ചടി കിട്ടുമെന്ന് അവർ തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ അതിജീവിച്ച് കയറി വരാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇപ്പോൾ UDF എത്ര സീറ്റിൽ ഇരിക്കുന്നുവോ അതിലും താഴേക്ക് LDF-ന്റെ സ്ഥിതി പോകും എന്നറിയാം. അപ്പോൾ ചോദിക്കും, ബാക്കി മുഴുവൻ UDF ആണോ നേടാൻ പോകുന്നത്? അല്ല, BJP ഇവിടെ വ്യക്തമായ ഇടമുണ്ടാക്കിയിട്ടുണ്ട്. ഈ CPM പിണറായി വിജയൻ അയ്യപ്പ വിഗ്രഹം ഏറ്റുവാങ്ങിയത് കൊണ്ടും അല്ലെങ്കിൽ വള്ളിക്കാവിൽ പോയി അമൃതാനന്ദമയ്യെ സജി ചെറിയാൻ കണ്ട് നമസ്കരിച്ചത് കൊണ്ടും പിന്നെ ആറ്റുകാൽ പൊങ്കാല ഇവർ ഏറ്റെടുക്കാൻ പോകുന്നത് കൊണ്ടൊന്നും ഹൈന്ദവ വോട്ടുകൾ, BJP-യിലേക്ക് വന്ന ഹൈന്ദവ വോട്ടുകൾ തിരികെ CPM-ലേക്ക് പോകില്ല. ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ്, 2,95,000-ത്തിലധികം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ചെടുത്തത്. ശോഭാ സുരേന്ദ്രൻ പിടിച്ചെടുത്ത വോട്ടുകൾ അത് അങ്ങനെ തന്നെ നിൽക്കും, അത് കൂട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വോട്ടുകൾ SNDP-യുടെ ആയാലും NSS-ന്റെ ആയാലും വോട്ടുകളൊന്നും തന്നെ CPM-ലേക്ക് പോകില്ല. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും എത്ര പിണറായി വിജയനോട് ഒട്ടി നിന്നാലും അതൊന്നും CPM-ന് അനുകൂലമാക്കി എടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽപ്പുണ്ട് എന്നുള്ളതാണ്.